ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും HPSCയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക്കുകൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഫണ്ടമെൻറ്റൽസ്, കമ്മ്യൂണിക്കേഷൻ ഫണ്ടമെൻറ്റൽസ് ആൻഡ് മൈക്രോ കൺട്രോളർ. ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ള ടോപ്പിക്കുകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോക്കിയിരിക്കേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പഠിക്കാനുള്ള ഭാഗങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അതിന് കൂടെ ഇതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ എന്തായാലും നമ്മളുടെ ഫുൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കഴിയുമ്പോൾ തന്നെ നമ്മളത് അപ്ലോഡ് ചെയ്ത് തുടങ്ങും കേട്ടോ. അപ്പോൾ പഠിക്കുന്നവർ നല്ല രീതിയിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക, പരമാവധി റിവിഷൻ ചെയ്യാനൊക്കെ നോക്കുക. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ഭാഗം എടുക്കുന്ന സമയത്ത് അവിടെ പഠിക്കാനുള്ള ഭാഗങ്ങൾ ഡിഫറൻസ് ബിറ്റ്വീൻ അനലോഗ് ആൻഡ് ഡിജിറ്റൽ സിഗ്നൽസ്, അത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് കയറി ചെക്ക് ചെയ്യുക. പിന്നെ ലോജിക് ഫാമിലീസ് ആൻഡ് ദെയർ കമ്പാരിസൺസ്, ലോജിക് ഫാമിലീസ് എല്ലാം നോക്കുക. അതുപോലെ ലോജിക് ലെവൽസ് ഓഫ് TTL ആൻഡ് CMOSും TTLും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫുൾ ഫോമും ഇമ്പോർട്ടൻ്റ് ആണ്, അത് തമ്മിലുള്ള ഡിഫറൻസുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോക്കി വയ്ക്കുക. പിന്നെ നമ്പർ സിസ്റ്റം, ഡെസിമൽ, ബൈനറി, ഓക്ടൽ, ഹെക്സാഡെസിമൽ, എന്താണ് ബേസ് എന്നുള്ളത് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പഠിക്കണം. അതുപോലെ കൺവേർഷൻസ്, കോഡ് കൺവേർഷൻസ്, മറ്റേ ബൈനറി ടു ഒക്ടൽ, ബൈനറി ടു ഡെസിമൽ, ബൈനറി ടു ഹെക്സാഡെസിമൽ, അതുപോലെ തിരിച്ചും ഓരോന്നും എല്ലാം തിരിച്ചും കൺവേർഷൻ പറ്റുമല്ലോ, അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക, കോഡ് കൺവേർഷൻസ്. പിന്നെ BCD കോഡ്, ASCII കോഡ്, ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത് രണ്ടെണ്ണത്തിൻ്റെയും. അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കാം. പിന്നെ എപ്പോഴും നമ്മൾ പഠിക്കാനുള്ള പോലെ വേരിയസ് ലോജിക് ഗേറ്റ്സും അതിൻ്റെ ട്രൂത്ത് ടേബിൾ, ഇപ്പോൾ നോട്ട്, നാൻഡ്, ആൻഡ്, നോർ, എക്സോർ അങ്ങനെയുള്ള സംഭവങ്ങൾ. അതിൽ നാൻഡ് നോർ യൂണിവേഴ്സൽ ഗേറ്റ് ആണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓപ്ഷൻസ് A നാൻഡ്, B നോർ, പിന്നെ ഓപ്ഷൻ C A and B എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ അതിന് വരാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തത് നോക്കാനായിട്ടുള്ളത് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ് ആണ്. അതായത് ഹാഫ് ആഡർ, ഫുൾ ആഡർ, കോൺസെപ്റ്റ് ഓഫ് എൻകോഡർ, ഡീകോഡർ, മൾട്ടിപ്ലെക്സർ, ഡീമൾട്ടിപ്ലെക്സർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ് അതിൽ നോക്കാനായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നമ്മൾ മക്സും ഡിമക്സും എടുക്കുന്ന സമയത്ത് അവിടെ സെലക്ഷൻ ലൈൻസ് വരും, അതൊരു തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഏതിലാണ് സെലക്ടഡ് ലൈൻ വരിക എന്ന് പറഞ്ഞിട്ട് എൻകോഡറും ഡീകോഡറും മൾട്ടിപ്ലെക്സറും ഡീമൾട്ടിപ്ലെക്സറും കൊടുത്തു. അങ്ങനെ തന്നെ തോന്നുന്നു, എനിക്കത് മക്സും എൻകോഡർ ഡീകോഡർ അങ്ങനെ എന്താണ് കൊടുത്തു തോന്നുന്നു, എനിക്ക് എന്താണെന്ന് പറഞ്ഞു. പക്ഷേ ഈ സെലക്ടഡ് ലൈനാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എൻകോഡറും ഡീകോഡറിലും നമ്മൾ എനേബിൾ ഹൈ ആക്കി വയ്ക്കുക ചെയ്യുക, പക്ഷേ മക്സും ഡിമക്സിലും നമ്മൾ സെലക്ഷൻ ലൈൻസ് കൂടെ അവിടെ ഉണ്ടാവും. അതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. എൻകോഡർ ആകുമ്പോൾ 2n/n ആയിരിക്കും, ഡീകോഡർ ആകുമ്പോൾ n/2n ആയിരിക്കും. മക്സ് ആണെന്നുണ്ടെങ്കിൽ M സെലക്ഷൻ ലൈൻസ് ഉണ്ട്, അപ്പോൾ 2m/1 ആയിരിക്കും മക്സ്. ഡിമക്സ് ആണെന്നുണ്ടെങ്കിൽ 1/2m. M എന്ന് പറയുന്നത് സെലക്ഷൻ ലൈൻസ് ആയിരിക്കും. ഇപ്പോൾ അതായത് 1/4 മക്സ് ആണെന്നുണ്ടെങ്കിൽ സെലക്ഷൻ ലൈനുകളുടെ എണ്ണം എന്തായിരിക്കും? 2 ആയിരിക്കും. അങ്ങനെ 2² ആണല്ലോ. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിരിക്കുക. പിന്നെ SR ലാച്ചുകൾ, ഗേറ്റഡ് SR ലാച്ച്, D ലാച്ചുകളും, പിന്നെ ക്ലോക്ക് അതിൽ കൊടുക്കുന്ന സമയത്ത് ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഫ്ലിപ്പ് ഫ്ലോപ്സ് കുറച്ചെണ്ണം: ബേസിക് RS ഫ്ലിപ്പ് ഫ്ലോപ്പ്, D ഫ്ലിപ്പ് ഫ്ലോപ്പ്, JK, T, മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എപ്പോഴാണ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. എപ്പോഴാണ് റേസ് അറൗണ്ട് കണ്ടീഷൻ JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ വരുന്ന എന്നുള്ള കാര്യവും അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ കൺവേർഷൻസ് വരാം, നമുക്ക് JK യൂസ് ചെയ്തിട്ട് T ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാക്കാം, D ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടാക്കാം എന്നൊക്കെ ഒന്ന് പഠിക്കും. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് അതെങ്ങനെയാണ് നമ്മളതിൽ ഇൻപുട്സ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ ബേസിക്സ് ഓഫ് കൗണ്ടേഴ്സ് നമ്മൾ കുറേ പഠിക്കുന്നതല്ലേ. ഡെക്കേഡ് കൗണ്ടറിനെ കുറിച്ച് ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഈ അടുത്ത്. അപ്പോൾ അത് നോക്കുക. അപ്പോൾ എത്ര ഫ്ലിപ്പ് ഫ്ലോപ്പ് അവിടെ യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കൗണ്ടേഴ്സിൽ. അപ്പ് കൗണ്ടർ, ഡൗൺ കൗണ്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ കമ്പ്യൂട്ടർ ഫണ്ടമെൻറ്റൽസ് ആണ്. കമ്പ്യൂട്ടർ ഫണ്ടമെൻറ്റൽസിൽ കോമ്പോണൻസ് ഓഫ് ഡെസ്ക്ടോപ്പ് ആൻഡ് മദർ ബോർഡ്, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ സ്പർശിക്കാൻ സാധിക്കുന്നത് അല്ലാത്തതാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. പിന്നെ IO ഡിവൈസസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്, അതിൻ്റെ വർക്കിങ്ങും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിൻ്റർ, ഇങ്ക്ജെറ്റ് പ്രിൻ്ററും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇമ്പാക്റ്റ്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. HDD, DVD ഫുൾ ഫോം നോക്കി വയ്ക്കുക. കോൺസെപ്റ്റ് ഓഫ് ഇൻ്റർനെറ്റിൻ്റെ കോൺസെപ്റ്റ് നോക്കുക. ബ്രൗസേഴ്സ്, വെബ്സൈറ്റ്, സെർച്ച് എൻജിൻസ്, അതിൻ്റെയൊക്കെ എക്സാമ്പിൾസും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇമെയിൽ, അതൊക്കെ കണ്ടുപിടിച്ച് ആരാന്നൊക്കെ ഒന്ന് നോക്കുക കേട്ടോ, അങ്ങനെയും ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നെറ്റ്വർക്ക് കമ്പോണൻസ് ലൈക്ക് ഹബ്, ഈതർനെറ്റ്, സ്വിച്ച്, റൂട്ടർ, NIC കാർഡ്സ്, കണക്റ്റേഴ്സ്, ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇതിൽ നമ്മൾ IEEE സ്റ്റാൻഡേർഡൊക്കെ വെച്ചിട്ടൊക്കെ ഈതർനെറ്റിന് ഒരു പേരൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക. ഹബിനേക്കാളും കൂടുതൽ
നമ്മൾ യൂസ് ചെയ്യുന്നത്. മുമ്പൊക്കെ ഹബ്ബായിരുന്നു, ഇപ്പോൾ നമ്മൾ സ്വിച്ചും റൂട്ടറൊക്കെ വന്നപ്പോൾ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വേണ്ട രീതിയിലേക്കൊക്കെ റൂട്ട് ചെയ്തിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്നത് തന്നെയല്ലേ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. NICൻ്റെ ഫുൾ ഫോം നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇതിൽ പറയുന്നത്. പിന്നെ നമ്മൾ ഇതിൽ കമ്പ്യൂട്ടർ ഫണ്ടമെൻറ്റൽസും മൈക്രോ കൺട്രോളറും ഓൾറെഡി ഫസ്റ്റ് ടോപ്പിക്സ് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ തന്നിട്ടുള്ള ടോപ്പിക്കുകളാണ്. മൈക്രോ പ്രോസസ്സറിനെ കുറിച്ചിട്ടും മോഡുലേഷനെ കുറിച്ചൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ വീണ്ടും അത് പറയുന്നില്ല. അപ്പോൾ ഈ ഒരു 2 സെക്ഷൻ ഡിജിറ്റൽ ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ ഫണ്ടമെൻറ്റൽസും മാത്രമാണെന്ന് നോക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടെക്നീഷ്യൻ ഗ്രേഡ് 2 ഇലക്ട്രോണിക്സിൻ്റെ സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിച്ചതിന് ശേഷം നമ്മളിനി മോക്ക് ടെസ്റ്റിൽ ചെയ്യുന്നതും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. എക്സാം 2-ാം തീയതിയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. മാറ്റോ മാറ്റില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. എന്തായാലും 2-ാം തീയതി തന്നെയാണ് പരീക്ഷ എന്നുള്ള രീതിക്ക് തന്നെയാണ് പ്രിപ്പയർ ചെയ്തിട്ട് പൊയ്ക്കോളാം കേട്ടോ. നിങ്ങളൊന്ന് പിൻവലിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് വരാൻ പാടായിരിക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാണ് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മളുടെ ചാനലിൽ ബാക്കിയുള്ള പ്ലേലിസ്റ്റും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാൻ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ടാവും. മിനിമം ഒരു ജോബ് അപ്ഡേറ്റിന് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി നോക്കുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.